بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബറാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബറാഅത്ത് രാവിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട വല്ല അമലുകളും ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ച. സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാ നിലക്കും കബൂലാക്കട്ടെ. ബറാഅത്ത് രാവ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ രാവ് ഇസ്ലാമിക ശറഇൽ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ സവിസ്തരം അതേക്കുറിച്ചുള്ള ഒരു പ്രതിപാദ്യം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിച്ച് വരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ സ്വഹീഹായ ധാരാളം ഹദീസുകൾ നമുക്ക് ഇത് സംബന്ധമായി കാണാനുണ്ട്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദുഖാനിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ഇത് സംബന്ധമായിട്ടുള്ള വിവരണവുമാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്കും അനുബന്ധമായ കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യ ആയുസ്സിലെ അനർഘമായ സൗഭാഗ്യമാണ് ശഅബാൻ 15 ഈ രാവിൽ കിട്ടുന്ന ഈ നേട്ടങ്ങൾ. സർവശക്തനായ അള്ളാഹു നമുക്ക് ആ ഭാഗ്യങ്ങൾ മുഴുവനും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശഅബാൻ 15 രാവെത്തി കഴിഞ്ഞാൽ അതിന്റെ രാവ് നിങ്ങൾ ഹയാത്താക്കുകയും പകല് നോമ്പെടുക്കുകയും ചെയ്യുക എന്നാണ്. ഒന്നുകൂടി പറയാം, ശഅബാൻ 15 പകൽ എന്ന നിലയിലാണ് ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞാൽ പിറ്റേ പകലിൽ നോമ്പെടുക്കുക. അല്ലാതെ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ ആ അടിസ്ഥാനത്തിലല്ല. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പില്ല. ശഅബാൻ 15 ഒരു നോമ്പ്. ശഅബാൻ 13-നും 14-നും 15-നും എല്ലാ മാസങ്ങളിലുള്ള പോലെ തന്നെ നോമ്പ് സുന്നത്തുള്ള സമയമാണ്. ശഅബാൻ 15 ആ പിറ്റേ പകലിലെ നോമ്പ് എടുക്കണം എന്ന കാര്യത്തിൽ പ്രത്യേകം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഉണ്ട്. അതനുസരിച്ച് അത് പ്രത്യേക സുന്നത്തുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശഅബാൻ 15 രാവിൽ, ശഅബാൻ 15 പകലിൽ എന്തൊക്കെ അമല് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപരേഖയാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ച എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ശഅബാൻ 15 രാവിലും പകലിലും എന്ത് അമലും നമുക്ക് ചെയ്യാം, ഏത് അമലും ചെയ്യാം. എന്നാലും പ്രത്യേകമായി പറയട്ടെ, മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ചില പ്രത്യേക അമലുകളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഏത് ഭാഗമാണ് അന്ന് പ്രത്യേകമായി ഓതേണ്ടത്, ഏത് ദുആയാണെന്ന് പ്രത്യേകമായി ചൊല്ലേണ്ടത്, ഇത് സംബന്ധമായ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് തസവുഫിന്റെ അഹിലുകാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ ആ രാത്രിയിൽ പാരായണം ചെയ്യല് പുണ്യമായിട്ട് അറിയിച്ചു തരുന്നുണ്ട്. 2 അധ്യായങ്ങൾ. അതുപോലെ തന്നെ ദുആകളിൽ പ്രധാനപ്പെട്ട 4 ദുആകളും പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിലെ ആ 2 അധ്യായങ്ങളും ദുആകളിൽപ്പെട്ട ആ 4 ദുആയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിലൊന്ന് നമുക്ക് കൊണ്ടുവരാം. ഏതാണ് ഖുർആനിലെ ആ 2 അധ്യായങ്ങൾ? മുഖവുരയില്ലാതെ വളച്ചു കെട്ടാതെ പറയാം. 1 സൂറത്ത് യാസീനാണ്, 2 സൂറത്ത് ദുഖാനാണ്. അള്ളാഹു ആ 2 അധ്യായത്തിന്റെയും വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് പുണ്യമാക്കപ്പെട്ട രാവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കൂടാതെ 4 പ്രത്യേക ദുആകളുമുണ്ട്. അതും ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. പരിശുദ്ധമായ ഖുർആനിന്റെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഓതാവുന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗവും ഓതാം. നേരത്തെ പറഞ്ഞ പോലെ 4 ദുആ മാത്രമേ ഉള്ളൂ എന്നല്ല, ഏത് ദുആയും നമുക്ക് അറിയാവുന്ന ഏത് ഭാഷയിലും നമുക്ക് അള്ളാഹുവോട് ചോദിക്കാം. അള്ളാഹുവും അവന്റെ സൃഷ്ടിയും തമ്മിൽ വലിയ അടുപ്പം സ്ഥാപിക്കപ്പെടുന്ന ഒരു രാവാണ് ഈ രാവ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ തുടക്കം, അതായത് അസ്തമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മുതൽക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഇടപെടൽ 1-ാം ആകാശത്തേക്ക് വരുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം ഇബ്നു മാജയുടെ സുനനിൽ കാണാവുന്നതാണ്. അടുത്ത ദിവസത്തിന്റെ പ്രഭാതം വരെ, സൂര്യോദയം വരെ, അല്ലെങ്കിൽ ഫജ്ർ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ ഇടപെടൽ 1-ാം ആകാശത്ത് സ്ഥിരമായിട്ട് ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെയെങ്കിൽ അത് ഏത് അവസ്ഥയിലായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ എന്നതുകൂടി മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പല വിശേഷണങ്ങളും സ്വഭാവങ്ങളും ഉണ്ടല്ലോ. ജലാലിയത്തിന്റെ പദവി എന്ന ഗൗരവത്തിന്റെയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന്റെയും പദവി എന്നതിൽ നിന്നും ജമാലിയത്തിന്റെ പദവി എന്ന സ്നേഹത്തിന്റെയും അണച്ചുപിടിക്കലിന്റെയും വാത്സല്യപ്പെടുത്തലിന്റെയും പദവിയിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ബറാഅത്തിന്റെ രാവിൽ ഉള്ളത്. ആ സമയത്ത് അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. അള്ളാഹു തന്നെ ആ രാവിൽ ഒന്നാം ആകാശത്തിൽ അവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ആ രാത്രിയിൽ അള്ളാഹു ചോദിക്കുന്നത്, അലാമിൻ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, ആരെങ്കിലും എന്നോട് റിസ്ഖ് ചോദിക്കുന്നുവെങ്കിൽ ഞാൻ അവന് കൊടുക്കും. പാപമോചനം തേടുന്നവന് പാപമോചനം ഞാൻ നൽകും. അതോടൊപ്പം എന്തെങ്കിലും ബലാ മുസീബത്തുകൾ ഇടങ്ങേറുകൾ അനുഭവിക്കുന്നവനാണെങ്കിൽ അതിൽ അവന് ഞാൻ ആശ്വാസം നൽകും. ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം ആ രാത്രിയിൽ ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവോട് എന്തും ചോദിക്കാവുന്ന ഒരു അവസരത്തിൽ ഏത് ഭാഷയിലും ഏത് ദുആയിലൂടെയും നമുക്ക് മുൻകടക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബറാഅത്ത് രാവിന്റെ പ്രത്യേകമായ പരിഗണനയിലുള്ള ഒരു അധ്യായമാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയം എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യായത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ സൂറത്ത് യാസീൻ ബറാഅത്ത് രാവിൽ ഓതുന്നത് സംബന്ധമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം മഹാനായ സയ്യിദ് മുഹമ്മദ് ഹസൻ സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇത്ഹാഫ് സാദത്തുൽ മുത്തഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. 3 യാസീൻ പ്രത്യേകമായി ബറാഅത്ത് രാവിൽ നമ്മൾ ഓതൽ പുണ്യമാണത്രേ. 3 യാസീൻ ഓതാം. ഇവിടെ ഞാൻ സാന്ദർഭികമായി പറയാണ്, ആകെ 3 യാസീനേ ഓതാവൂ എന്ന് ആരും ചിന്തിക്കരുത്. 3 യാസീൻ ഒരു പ്രാവശ്യം ഓതാം, പിന്നെയും ഒരു 3 യാസീൻ വേറെയും ഓതാം. അങ്ങനെ ഓതിയാൽ 6 യാസീൻ ആവാം, 9 ആവാം, 12 ആവാം, 15 ആവാം, 18 ആവാം, 21, 24, 27, 30 എത്ര വേണമെങ്കിലും ഓതാം. എന്തായാലും 3 ഓതണം. 3 യാസീനെങ്കിലും ഓതണം. ആ 3 യാസീൻ എന്നതൊരു കോഴ്സ് പോലെയാണ്. ഒന്നാമത്തെ യാസീൻ ഓതുന്നത് നമ്മുടെ ആയുസ്സിന്റെ വർധനവിന് വേണ്ടിയിട്ടാണ്. പടച്ചോനോട് നമ്മൾ യാസീൻ ഓതാൻ നേരത്ത് നിയ്യത്താക്കുക, പടച്ചോനെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ എന്നെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒക്കെ ആയുസ് അല്ലാഹുവേ, ഇപ്പൊ രോഗങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ നിറഞ്ഞ മരണസാധ്യത കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ നിന്റെ ദുനിയാവിൽ കുറച്ചു കാലം ഞങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടല്ലോ. അപ്പൊ ആയുസ്സിൽ വർധനവ് വേണം തമ്പുരാനെ, നന്നായിട്ട് ജീവിക്കാൻ ആയുസ് വേണം. ആ നിയ്യത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഓതുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, യാസീൻ ലിമാ ഖുരിഅത് ലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീൻ ഏതൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഓതപ്പെടുന്നത് ആ ഉദ്ദേശം നിറവേറപ്പെടാനുള്ളതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മാഈൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ സൂറത്ത് യാസീന്റെ മുഖവറയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൻ ഖറഅ സൂറത്ത് യാസീൻ ഫി ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കിതാബിൽ തന്നെ വീണ്ടും കാണാവുന്ന ഹദീസാണ്. ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ പിറ്റേ പകൽ അവൻ പാപമുക്തനായ നിലയിൽ പരിശുദ്ധിയോടെ പ്രഭാതം കണ്ടവനായെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ യാസീൻ നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരുടെയും മുത്തഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും കുടുംബക്കാരുടെയും ഒക്കെ ആയുസ്സിന്റെ വർധനവ് ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതാം. ആ യാസീൻ കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആ ഓതിയ ഉദ്ദേശം എന്താണോ അത് ദുആ ചെയ്യാം, ഉടനെ ദുആ ചെയ്യാം. അങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. വയസ്അലുല്ലാഹു തആല ബിഖിറാഅത്തി സൂറത്ത് യാസീൻ ഫിൽ ഉല അൽ ബറകത ഫിൽ ഉംരി, ആയുസ്സിലെ വർധനവ് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഷഅബാൻ 15 രാവിൽ ഓതേണ്ട ഒരു പ്രത്യേക ദുആ എന്ന് പറഞ്ഞ് സുഫിയാക്കൾ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. നമ്മളത് വഴിയെ പറയും, ഇത്തിരി വലിപ്പമുണ്ട് ആ ദുആ. ആ ദുആ അറിയാവുന്നവർ അത് ചൊല്ലി ഈ കൂട്ടത്തിൽ ദുആ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ദുആ ചെയ്യാം. രണ്ടാമത് നമ്മളൊരു യാസീൻ ഓതണം, അതിനുവേണ്ടി നിയ്യത്താക്കാം. എന്താണ്? നമുക്കിപ്പോ നിലവിൽ അള്ളാഹു തന്നിരിക്കുന്ന സൗകര്യങ്ങൾ, റിസ്ക്, ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് സാമ്പത്തികമാവാം, മക്കളുടെ വിവാഹമാവാം, വീടാവാം, അങ്ങനെയുള്ള നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യങ്ങളും നിലവിൽ അള്ളാഹു തന്നത് നിലനിൽക്കാനും
റിസ്ക് എന്ന് പറയും. അള്ളാഹു തരുന്ന എല്ലാം റിസ്ക്കാണ്. ആ റിസ്ക്കിനെ തേടിക്കൊണ്ട് രണ്ടാമത്തെ യാസീൻ അതിനു വേണ്ടി ഓതാം. പരിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥനയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഖുർആൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന മനസ്സോടുകൂടെ ഓതിയാൽ അതൊരു പ്രാർത്ഥന പോലെയാണെന്ന മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഖുർആൻ ഏതൊരു ഉദ്ദേശത്തോടു കൂടെയാണോ ഓതുന്നത് ആ ഉദ്ദേശം നിറവേറി കാണാനുള്ളതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹദീസും ഖുർആൻ പാരായണം ഒരു പ്രാർത്ഥനയുടെ സ്ഥാനത്ത് നിൽക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ യാസീൻ ഓതുന്നത് നമ്മുടെ ജീവിതത്തിന്റെ റിസ്ക്കിന്റെ വിശാലതയ്ക്ക് വേണ്ടി, നിലവിൽ അള്ളാഹു തന്നിരിക്കുന്ന എല്ലാം നിലനിൽക്കാനും അതിലൊരു വിശാലത ഉണ്ടാവാനും ഇനി ആവശ്യമുള്ളത് ചോദിക്കാനും വേണ്ടിയിട്ടാണ് രണ്ടാമത്തത്. ആ യാസീൻ ഓതി കഴിഞ്ഞാൽ ഉടൻ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. മൂന്നാമതൊരു യാസീൻ ഓതാം. മൂന്നാമത്തെ യാസീന്റെ വിഷയത്തിൽ പലരും പലതും പറയുന്നുണ്ടെങ്കിലും മഹാനായ ഹസൻ സുബൈദി തങ്ങൾ പറയുന്നത് മൂന്നാമത്തെ യാസീൻ നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ടാണ്, അവസാനം നന്നായി മരിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ്. മറ്റു പല ഏത് ഉദ്ദേശം മഹാന്മാര് പല റിവായത്തുകളിലൂടെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. ഏതായാലും പ്രധാനമായും നമ്മുടെ ആഖിബത്ത് നന്നാവുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം മൂന്നാമത്തെ യാസീൻ. ഇങ്ങനെ 3 യാസീൻ ഓതിയ ശേഷം അള്ളാഹുവോട് നന്നായിട്ട് ദുആ ചെയ്യും. ദുആ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഓതാ ദുആ ചെയ്യാം, എന്തെങ്കിലും ഓതാ ദുആ ചെയ്യാം, അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സുബഹി വരെ പരമാവധി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദുആഇനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ തന്നെ അതിന്റെ കൂലി, അപ്പോൾ തന്നെ അതിന്റെ ഫലം കണ്ടില്ലെങ്കിലും ഈ ദുആ ചെയ്തതിന് തുല്യമായ ഒരു ദുരന്തം അള്ളാഹു ഭാവി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ ചെയ്യുക എന്നത് ഒരു ഇബാദത്ത് എന്ന പരിഗണനയിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് കൂലി അള്ളാഹു നൽകും. ഇവിടെ ഈ ദുആഇന്റെ ഫലങ്ങളും കണ്ടില്ല, ആപത്ത് തടഞ്ഞതുമില്ല. ഈ രീതിയിലാണ് ദുആക്ക് ഒരവസ്ഥ ഉള്ളതെങ്കിൽ ചെയ്ത ദുആക്ക് വലിയൊരു ഇബാദത്തായി നാളെ പരലോകത്ത് നമുക്ക് വിതരണം ചെയ്യപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആഇന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തേണ്ടതില്ല. അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഒരു അമലാണ് ദുആ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സൂറത്ത് യാസീനാണ് ശഅബാൻ 15 രാവിൽ ഓതേണ്ട പ്രധാന വിഭവം. രണ്ടാമത്തേത് സൂറത്ത് ദുഖാനാണ്. മഹാന്മാരെ പഠിപ്പിക്കുന്ന സൂറത്ത് ദുഖാൻ ഓതുന്നത് പുണ്യമാണ്. സൂറത്ത് ദുഖാൻ ഒരാൾ ഓതുമ്പോൾ സാധാരണ എല്ലാ രാത്രിയിലും ഓതാൻ പറ്റിയ അധ്യായങ്ങളാണ് ഇതൊക്കെ തന്നെ. എന്നാലും ശഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ് എന്ന നിലയിൽ അതിനെ ഖുർആൻ വിശദീകരിച്ചത് സൂറത്ത് ദുഖാൻ കൊണ്ടാണ്. സൂറത്ത് ദുഖാനിന്റെ ആയത്തുകൾ ഇത് സംബന്ധമായി പറയുന്നുണ്ട്. സാന്ദർഭികമായി ബന്ധപ്പെട്ടു വരുന്ന ഖുർആനിന്റെ വചനം എന്ന നിലയിൽ ഈ പരിഗണന സൂറത്ത് ദുഖാനിന് ആ രാത്രിയിൽ മഹത്തുക്കൾ കൽപ്പിച്ചിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഇൽ നമുക്ക് കാണാം. മൻ ഖറഅ ഹാമീം ദുഖാൻ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മലക്കിൻ. ഒരു മനുഷ്യൻ ഒരു രാത്രി സൂറത്ത് ദുഖാൻ ഒരു വട്ടം പാരായണം ചെയ്താൽ ആ മനുഷ്യന് അള്ളാഹുവോട് മഗ്ഫിറത്ത് തേടാണ് 70,000 മലക്കുകൾ. ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടാൻ, ഏത് മനുഷ്യന് വേണ്ടി? കഴിഞ്ഞ രാത്രിയിൽ സൂറത്ത് ദുഖാൻ ഒരു വട്ടം പാരായണം ചെയ്ത ആൾക്ക് മഗ്ഫിറത്ത് എന്ന പദവി കിട്ടാൻ, പാപം പൊറുക്കൽ മാത്രമല്ല മഗ്ഫിറത്ത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നും കിട്ടുന്ന വലിയ വലിയ സമ്മാനങ്ങളും സ്നേഹവും ഒക്കെ മഗ്ഫിറത്താണ്. സ്വർഗം പോലും കിട്ടുക എന്നത് മഗ്ഫിറത്ത് എന്ന പദവി കിട്ടിയ ശേഷമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന എന്ന് പരിശുദ്ധ ഖുർആൻ. സ്വർഗത്തെ അവതരിപ്പിച്ചോടത്ത് മുഴുവനും മഗ്ഫിറത്ത് പറയുന്നുണ്ടെങ്കിൽ മഗ്ഫിറത്ത് ആദ്യം പറഞ്ഞിട്ടാ സ്വർഗം പറയും. മഗ്ഫിറത്ത് കിട്ടിയാലാ സ്വർഗം. മഗ്ഫിറത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഒന്നാണ് പാപമോചനം. മഗ്ഫിറത്ത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. സൂറത്ത് ദുഖാൻ തലേ രാത്രിയിൽ പാരായണം ചെയ്യുന്ന മനുഷ്യന് വേണ്ടിയിട്ട് 70,000 മലക്കുകളാണ് മഗ്ഫിറത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മലക്കല്ല, 70,000 മലക്ക്. ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഇൽ നമുക്ക് കാണാം. അപ്പോൾ രണ്ടാമത് നമ്മൾ ഓതുക എന്ന പരിഗണന മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ദുഖാനാണ്. 1 യാസീൻ, 2 സൂറത്ത് ദുഖാൻ. യാസീൻ 3 എണ്ണമെങ്കിലും ഓതണം. 3 ഓതാവൂ എന്ന് അർത്ഥമാക്കരുത്, 3 എണ്ണമെങ്കിലും ഓതണം. ഖുർആനിൽ നിന്നും പ്രധാനമായും ഓതേണ്ടത് 2 അധ്യായങ്ങൾ, സൂറത്ത് യാസീൻ, സൂറത്ത് ദുഖാൻ. ഇവിടെ സാന്ദർഭികമായി ഒരു കാര്യം കൂടി പറയാണ്. നമ്മുടെ സഹോദരിമാരാണ് ഈ രാവുകൾ പരമാവധി ഹയാത്താക്കാനും ഇതിന്റെ നന്മകളിലേക്ക് ഓടിയെടുക്കാനും കൂടുതൽ ഉത്സാഹമുള്ളവർ. അവരെ
സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ശുദ്ധിയില്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഉണ്ട് എങ്കിൽ അവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഷഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. എന്നിട്ട് സ്വലാത്തുകൾ മാത്രമല്ല, നമ്മൾ ഇനി ബറാഅത്ത് രാവിൽ പ്രത്യേകം ചൊല്ലേണ്ട ചില ദുആകളെ കുറിച്ച് അടുത്ത് പറയാൻ പോവാണ്. ആ ദുആകളും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പലരും ബറാഅത്ത് രാവിൽ ശരീരത്തിന് ശുദ്ധിയില്ലാത്തവർ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ബറാഅത്ത് രാവിൽ ഓതേണ്ട ഖുർആനിന്റെ അധ്യായങ്ങളും ആയത്തുകളും നമുക്ക് ബോധ്യമായി. ഇനി ബറാഅത്ത് രാവിൽ നമ്മൾ പ്രത്യേകമായി ഓതേണ്ട ദുആഇനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ദുആ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദുആ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ദുആ 100 പ്രാവശ്യം ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്ന ദുആ 100 പ്രാവശ്യം. ഇവിടെ വളരെ മഹത്വമുള്ള 2 ഇസ്മുകളാണ് ഈ ദുആയിലുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ ഹയ്യ് എന്ന ഇസ്മ, 2 അള്ളാഹുവിന്റെ ഖയ്യൂം എന്ന ഇസ്മ. ജീവിപ്പിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി നിന്നോട് ഞാൻ സഹായം ചോദിക്കാണ് റബ്ബേ എന്നാണ് ആ ദുആന്റെ അർത്ഥം. എന്ത് സഹായം? എന്തിനും അവന്റെ സഹായം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചൊല്ലിയ ദുആയിൽ ഈ ദുആ ഉണ്ടായിരുന്നു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ഈ ദുആ ചൊല്ലിയതായി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കേട്ടതായി പറയുന്നുണ്ട്. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ബറാഅത്ത് രാവിൽ 100 വട്ടം ചൊല്ലുക. ഹയ്യ് എന്ന അള്ളാഹുവിന്റെ വളരെ മഹത്തരമായ ഇസ്മ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം മഹാനവറുകളുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് എന്നോണം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നിടത്ത് ഈസാ അലൈഹിസ്സലാം പ്രത്യേകം ചൊല്ലുന്ന ഒരു ദുആ യാ ഹയ്യു യാ ഖയ്യൂം എന്നതായിരുന്നു. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഈ ദുആ ഉണ്ട്. അള്ളാഹുവിന്റെ ഇസ്മിനെ കുറിച്ച് ഇസ്രായേലി സമൂഹം വന്ന് ചോദിക്കുന്നുണ്ട്. മൂസാ നബിയെ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന ഒരു ഇസ്മിനെ കുറിച്ച് പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. ആ ഇസ്മ ഏതെന്ന് ചോദിക്കുമ്പോൾ മഹാൻ പറയുന്നത് അയാ ഹയാ ശർറൻ ഹയാ എന്നായിരുന്നു. ആ ഭാഷയിൽ അങ്ങനെയാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ അറിയപ്പെട്ടിരുന്നത്. കടലിൽ മുങ്ങിത്താഴുന്നവനും പരിചയമില്ലാത്ത ഇരുട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവനും ഈ ദുആ ചൊല്ലിയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് മഹത്തുക്കൾ ഉറപ്പിച്ചു പറയുന്ന ഒരു ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദുആ. ബറാഅത്ത് രാവിലെ ഇൻഷാ അല്ലാഹ് നമുക്കത് 100 പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നതിനെ സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ അമാനുഷികമായ വലിയ ഒരു അത്ഭുതം കാണിച്ച മഹാനായ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ മഹാൻ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് എത്രയോ മൈലുകൾക്ക്, കിലോമീറ്ററുകൾക്ക്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ സിംഹാസനത്തെ ഒരു യുദ്ധ രംഗം അഭിമുഖീകരിക്കുന്ന പ്രതീതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ സാധിക്കും. നിയമപരമായി അത് യുദ്ധത്തിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. ആ അർത്ഥത്തിലാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ മോഷ്ടിക്കലല്ലത്. അങ്ങനെ അർത്ഥം പറഞ്ഞ ചില ആളുകളുണ്ട്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം ബൽക്കീസിന്റെ കൊട്ടാരത്തിൽ നിന്നും ആ സിംഹാസനത്തെ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത് നിമിഷാർദ്ധങ്ങൾ കൊണ്ടാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ മഹാൻ ഉച്ചരിച്ച ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്രത്തോളം ധാരാളം മഹത്വങ്ങൾ ഇസ്മുൽ അഅ്ലമാണെന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒരു ദിക്റാണ് ഹയ്യ് ഖയ്യൂം എന്നുള്ള 2 ഇസ്മുകൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള, ഇസ്മുൽ അഅ്ലമാണെന്ന് പറയപ്പെട്ടിട്ടുള്ള ഇസ്മുകൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ ദിക്ർ വലിയ മഹത്വമാണ്. ബറാഅത്ത് രാവിലെ നമ്മൾ ചൊല്ലേണ്ട 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ദിക്ർ ഓർ ദുആ രണ്ടും പറയാം. അപ്പോ
4 ദുആകളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ദുആ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. രണ്ടാമത്തെ ദുആ 70 പ്രാവശ്യം ചൊല്ലേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൽ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. 70 പ്രാവശ്യം. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. വിട്ടുവീഴ്ചയുള്ള അല്ലാഹ്, ഉന്നതനായ അല്ലാഹ്, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല അല്ലാഹ്. ഫഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. ഈ അർത്ഥത്തിൽ വരുന്ന ദുആ 70 പ്രാവശ്യം ബറാഅത്ത് രാവിലെ 2 ദുആയായി. ഇനി 2 ദുആയും കൂടി ഉണ്ട്. അതിൽ മറ്റൊരു ദുആ ഉള്ളത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് പറഞ്ഞ ദുആയാണ്. നമുക്ക് സുജൂദിൽ കിടന്ന് പറയണമെങ്കിൽ കാണാതെ പഠിക്കേണ്ടതുണ്ട്. കാണാതെ പഠിക്കാൻ ഇനിയുള്ള സമയം നമുക്ക് അനുവദിക്കില്ല, അതിനുള്ള സമയമില്ലല്ലോ. അപ്പൊ സുജൂദിൽ കിടന്ന് കാണാതെ പഠിച്ച വേണം പറയാൻ. അപ്പൊ സുജൂദിൽ കിടക്കലും കാണാതെ പഠിക്കലും പറയലും ഒക്കെ കൂടിയിട്ട് നടക്കൂല. സുജൂദ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാലോ, നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ഇറക്കാലോ. അള്ളാഹുവിനെ അറിയാലോ ഇപ്പൊ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബറാഅത്ത് രാവ് ഹയാത്താക്കുന്നതിനെ കുറിച്ച് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ വലിയൊരു ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു മാജയും പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹുമാ. ആ ഹദീസിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പുന്നാര നബി തങ്ങളുടെ സുജൂദിൽ കിടന്നുള്ള തേങ്ങലടിച്ചുള്ള കരച്ചിൽ കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസമിഅതുഹു യഖൂലു ഫീ സുജൂദിഹി. ഹദീസ് ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിലുണ്ട് ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പുന്നാര നബി തങ്ങൾ സുജൂദിൽ കിടന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? ആ ദുആ നമുക്ക് ബറാഅത്ത് രാവിൽ ചൊല്ലാവുന്ന ദുആയാണ്. ആ ദുആയാണ് അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക വ അഊദു ബിറിളാക മിൻ സുഖ്തിക വ അഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഈ ദുആ റസൂലുള്ളാഹി അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഫലമ്മാ അസ്ബഹ, ഞാൻ സുബ്ഹി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുമ്പോൾ ദക്കർതുഹുന്ന ലഹു, ഇന്നലെ രാത്രി അവിടുന്ന് സുജൂദിൽ കിടന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്ന് പഠിച്ച ആ ദുആ ഞാൻ അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആയിഷ തഅല്ലംതിഹിന്ന, മോളെ നീ ദുആ കാണാതെ പഠിച്ചോ? ഉവ്വ നബിയെ, ഞാൻ കാണാതെ പഠിച്ചു. നഅം. ഫഖാല തഅല്ലമീഹിന്ന വഅല്ലിമീഹിന്ന, മോളെ ഇത് കാണാതെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം ഈ ദുആ. കാരണം ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അല്ലമനീഹിന്ന വഅമറനി അൻ ഉറദ്ദിദഹുന്ന ഫിസ്സുജൂദി. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പഠിപ്പിച്ചു തരികയും എന്നോട് ഇത് ആവർത്തിച്ച് ചൊല്ലണമെന്ന് നിർദ്ദേശിക്കുകയും എവിടെ? സുജൂദിൽ കിടക്കുമ്പോൾ. അങ്ങനെ നിർദ്ദേശിച്ച ദുആയാണ് ബറാഅത്ത് രാവിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ. ഈ ദുആയാണ് രണ്ടാമത്തെ ദുആ. ഞാൻ ഒന്നുകൂടി ആ ദുആ പറയാം. അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക വ അഊദു ബിറിളാക മിൻ സുഖ്തിക വ അഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 ദുആയായി. മൂന്നാമത്തെ ദുആ, 3 ദുആ. ഒന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദുആ. രണ്ടാമത്തേത് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ തഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്ന ദുആ. മൂന്നാമത്തെ ദുആ ഇപ്പോ ഈ പറഞ്ഞ ദുആ. ഈ നാലാമത്തെ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബറാഅത്ത് രാവിന്റെ പ്രത്യേക ദുആ എന്ന് പറഞ്ഞ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുആ ഉണ്ട്. ബറാഅത്ത് രാവിന്റെ പ്രത്യേക ദുആ. ഇത് വലിയ രൂപത്തിലും ചെറിയ രൂപത്തിലും ഒക്കെ റിവായത്തുള്ളതാണ്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ദുആന്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം പറയാം. ഇത് നിർബന്ധമില്ലാട്ട് ഈ ദുആയൊക്കെ തന്നെ പറയണമെന്ന്. എന്നാലും ഇതൊക്കെ പറയല് പുണ്യമാണ്, മഹാന്മാർ പഠിപ്പിച്ച ദുആകളാണ്. ഇതിനൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്. ഈ വലിയ ദുആ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അറിയാവുന്ന ഭാഷയിൽ മലയാളത്തിൽ ദുആ ചെയ്താലും മതി. എന്തായാലും ദുആ ചെയ്യാതിരിക്കരുത്. എന്തൊക്കെ ചോദിക്കാവുന്ന അതൊക്കെ ചോദിച്ചോളണം അല്ലാഹുവിനോട്.
ഏതായാലും നാലാമത്തെ ദുആ വലിയ ദുആ. ഇത് യാസീൻ ഓതിട്ട് ദുആ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തേണ്ട ദുആയാണ്. ആ ദുആ അല്ലാഹുമ്മ യാ ദൽ മന്നി വലാ യുമന്നു അലൈക യാ ദൽ ജലാലി വൽ ഇക്റാം യാ ദൽ തൗലി വൽ ഇൻആമി ലാ ഇലാഹ ഇല്ലാ അൻത ലഹറ اللاجئين وجار المستجيرين ومأمن الخائفين وكنز الطالبين اللهم إن كنت كتبتني عندك في الكتاب شقيا أو محروما أو مطرودا أو مقترا علي في الرزق فامحو عني بفضلك شقاوتي وحرماني وطردي وإقتار رزقي واثبتني عندك في الكتاب سعيدا مرزوقا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل عليك على لسان نبيك المرسل يمحو الله ما يشاء ويثبت وعنده الكتاب وأسألك اللهم بحق التجلي الأعظم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عني من البلاء ما أعلم وما لا أعلم فاغفر لي ما أنت به أعلم إنك أنت الأعز الأكرم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ ദുആ അറിയാവുന്നവർ ചൊല്ലുക, അറിയാത്തവർ വിഷമിക്കേണ്ടതില്ല. ഏത് ദുആയും ചൊല്ലാം. പടച്ചോനെ എന്നെ ആഖിറം നന്നാക്കി തരണേ, നീ എന്റെ പരലോകം രക്ഷപ്പെടുത്തണേ, ഷഅബാൻ 15 നീ കൊടുക്കുന്ന ഖൈറുകളൊക്കെ തരണേ, ഇതൊക്കെ തന്നെയാണ് നിന്റെ അടുത്ത് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ചൊല്ലിയാൽ മതി. അറിയാവുന്നവർ ഇങ്ങനെ ചൊല്ലാം. ഈ ദുആ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ ഏടുകള്, മൗലൂദ് കിതാബുകള്, അതിലൊക്കെ നോക്കാം. ഷഅബാൻ 15 അല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവിലെ ഓതേണ്ട പ്രത്യേക ദുആ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ ഇതായിട്ട് ചെറിയ അക്ഷരങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും, അത് കുഴപ്പമില്ല, ആ ദുആ ചൊല്ലിയാലും മതി. അപ്പൊ നേരത്തെ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷഅബാൻ മാസമാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. 1000 സ്വലാത്തെങ്കിലും നമ്മൾ ഈ രാത്രി ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഖൂമൂ ലൈലഹ എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖൂമൂ ലൈലഹ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം എത്രയും നിസ്കരിക്കാം. നമുക്ക് ഖളാ ഉള്ളതൊക്കെയാണ് ഖളാ വിട്ട, വിത്ർ നിസ്കരിക്കാം പൂർണ്ണമായിട്ട്, തഹജ്ജുദ് നിസ്കരിക്കാം. അങ്ങനെയൊക്കെ ആ കുറഞ്ഞ ഒരു സമയം ഒരു പണിയെടുത്ത് തന്നെ ഉപയോഗപ്പെടുത്തി പിറ്റേ പകലിൽ നോമ്പും എടുക്കാം. ആ നോമ്പിൽ ദുആ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ലൈലത്തുൽ ഖദർ അനുഭവിക്കുന്ന അനുഭവം ഈ ബറാഅത്ത് രാവിലൂടെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നമുക്ക് ബറാഅത്തിന്റെ പുണ്യം കിട്ടുക എന്ന ഭാഗ്യത്തിൽ ചേരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. 3 സ്വലാത്ത് ചൊല്ലി ധാരാളം ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടന്നു വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവരുടെ ഭർത്താവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി അല്ലാ, അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൂട്ടത്തിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ.
പരിശുദ്ധ ശഅബാൻ മാസത്തിൽ മൺമറഞ്ഞു പോയ ഒരുപാട് പേർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ശഅബാൻ മാസത്തിൽ അവരുടെയൊക്കെ ആണ്ട് ദിവസങ്ങളാണ്. അല്ലാഹുവേ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. പല മക്കൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ മക്കൾക്കും മദ്രസയിലും സ്കൂളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്ന പരീക്ഷകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വാപ്പയുടെ കാലിന് മുറിവ് പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ റബ്ബേ ആ സഹോദരന് ആ പ്രയാസത്തിൽ നിന്നും നീ മോചനം നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് മുറിവ് ഉണക്കി കൊടുക്കണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ഭർത്താവ് 30 വർഷമായി മദീനയിലാണ്. നാട്ടിലേക്ക് വരാൻ വേണ്ടി കഫീല് സമ്മതിക്കുന്നില്ല. അല്ലാഹുവേ മദീനയുടെ മണവാളന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട്, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. നാട്ടിലേക്ക് എത്താനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആമവാദം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. ലിവറിനും കുഴപ്പമുണ്ട്, മാറാൻ വേണ്ടി, എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ പൂർണ്ണമായ ശിഫ അവരുടെ എല്ലാ രോഗങ്ങൾക്കും നൽകണേ അല്ലാ. പറയപ്പെട്ട രോഗവും പ്രയാസവുമുള്ള മറ്റെല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. എല്ലു പൊടിയുന്നതും തേമാനവും വന്ന് നട്ടെല്ല് തള്ളിപ്പോകുന്ന അവസ്ഥയിൽ ശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു പ്രത്യേക രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാ, ഞങ്ങളറിയാത്ത ആ സഹോദരി ആരോ, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ആ സാന്നിധ്യത്തിൽ മറ്റൊരു മൂമിനിന് വേണ്ടി ചെയ്യുന്ന ദുആഇന് നീ പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത്. അല്ലാഹുവേ എല്ലുപൊടിയുന്ന തേമാനം വരുന്ന നട്ടെല്ലിന്റെ കശേരുക്കൾക്ക് പ്രശ്നം വരുന്ന രോഗമുള്ള സഹോദരിക്ക് ശിഫ കൊടുക്കണേ അല്ലാ. സിഹറിന്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും നീ അത് ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ. കണ്ണീർ സംബന്ധമായ പ്രയാസമുള്ളവർക്ക് ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് കത്തുകളും കുറിപ്പുകളും അത് സംബന്ധമായി വന്നിട്ടുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കള് സുഖപ്രസവത്തിലൂടെ എല്ലാവർക്കും പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ കടബാധ്യതയുള്ള ഒരുപാട് പേര്, 100 കണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാണ്, നീ വീട്ടി തരണേ അല്ലാ. പടച്ച റബ്ബേ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ എല്ലാം റാഹത്താക്കി കൊടുക്കണേ അല്ലാ. എല്ലാം എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വിവാഹം നടന്നു കാണാൻ നല്ല ബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ നല്ല നല്ല ബന്ധങ്ങൾ, വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകുക അല്ലാ. അമലിൽ തൗഫീഖ് നൽകുക അല്ലാ. അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ തമ്പുരാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.